ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി അച്ചാർ റെസിപ്പി ആയിട്ടാട്ടോ. ചെറുനാരങ്ങ ഈത്തപ്പായ അച്ചാർ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് ചെറുനാരങ്ങ ഇതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങ 8 പീസായിട്ടാട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ ഒക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം ഇവിടെ കുരും പോക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങയിലേക്ക് ഒരു 4-5 സ്പൂണ് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യണേ. ഇനി നമുക്ക് അതുപോലെ തന്നെ ഈത്തപ്പഴത്തിലേക്ക് വിനാഗിരി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. ഇത് ഒഴിക്കണത് ചെറുനാരങ്ങയിലെ കയ്പ്പ് മാറാനും പിന്നെ ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആവാനുമാണ്. അപ്പോൾ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അച്ചാർ പൊടി ഇനി നന്നായി പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നേരത്തെ ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ച ചെറുനാരങ്ങ അതിലത്തെ നീരോട് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പിട്ടുണ്ട്. ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ സുർക്ക ഒഴിച്ച് വെച്ച ഈത്തപ്പഴം സുർക്കോട് കൂടി ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാണ്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് മൂടി തുറന്ന് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം.
ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് തുറന്ന് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2-3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഈത്തപ്പായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു പുളിയും എരിവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സെറ്റ് ആവണമെങ്കിൽ ഒരാഴ്ച കഴിയണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് തണുത്തിട്ട് ഒരു കുപ്പിയിലാക്കി 1 കൊല്ലം വരെ കേടുകൂടാതെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ കുക്കുത്തുമി. ബൈ ബൈ.